നിർത്താനേ പറ്റുള്ളൂ. അല്ലാതെ അതിലപ്പുറം അവരില്ല. ഈ പുഴുത്ത പേപ്പട്ടികൾ അത്രയേ ഉള്ളൂ. അതിനപ്പുറമൊന്നും ഇല്ല. പുഴുത്ത പേപ്പട്ടികൾ ഒരു ജോലിയും ഇല്ലാതെ കിടന്നിട്ട് ഇങ്ങനെ ഇത് നിങ്ങളെപ്പോലോ വേറെ ഓൺലൈൻ ചാനൽസിന് ഫ്രീ ആയിട്ട് മാർക്കറ്റ് ചെയ്ത് തരുന്നു. 15K ലൈക്കുള്ളവർക്ക് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് അവർ ഇതാകും. ഇപ്പോൾ അങ്ങനെയുള്ള ഈ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്ന വീഡിയോയ്ക്ക് അവർ ഓരോ കമൻറ്റ്സ് ഇടുന്നതിനനുസരിച്ച് ഈ വീഡിയോ ഹൈലൈറ്റ് ആയി പോകുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. അവർ ഓസിന് മാർക്കറ്റ് ചെയ്ത് തരുന്ന അവരറിയുന്നത് തന്നെ ഇല്ല. പൊട്ടക്കുളത്തിലെ തവളകൾ അറിയണത് തന്നെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വേറെ കോമൺ ആയിട്ട് വരുന്നത് ഭാവനയിടയിലൊക്കെ സ്ഥിരം കാണുന്നൊരു സാധനം എടുത്ത്. കാരണം പുള്ളിക്കാരി എപ്പോഴും ഹെയർ അഴിച്ചിട്ടിട്ടായിരിക്കും എപ്പോഴും ഈ കൈ ഇങ്ങോട്ട് ഇങ്ങനെ വെക്കുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഫാനോ AC ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, കാറ്റടിക്കുന്നുണ്ടായിരിക്കും. പറയും എവിടെ കൈ വെറുതെ ഇരിക്കില്ല, എവിടെ കൈ വെറുതെ. ഇപ്പം ഞാനിപ്പോൾ ഇന്നലത്തെ എൻ്റെ ഒരു കമൻറ്റ് ഒന്ന് കണ്ടിട്ടുണ്ട്. ഒരു പൊടി അങ്ങോട്ട് മാറ്റി വയ്ക്കാക്കില്ല, ഒരു സാരി പിടിച്ച് ഇതാക്കാൻ പറ്റില്ല. നമുക്ക് ഒരു സ്ഥലത്ത് ഇതാക്കി നമ്മളിത് ഒട്ടിച്ച് വെച്ചാണോ ചോദിക്കുന്നത്. അത് പാവക്കുട്ടികളെ പോയി ഇരിക്കണോ. ഓരോരുത്തരും ഫ്രസ്ട്രേഷൻ കാണണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഓരോ കമൻസിൻ്റെ ഇതാണ്. ഇവളുടെ കൈ അടങ്ങിയിരിക്കൂലേ. ഇപ്പോൾ ഞാനിപ്പോൾ മറ്റേ ആനന്ദ് ശ്രീബാലയുടെ ഇതിൽ അപ്പം എൻ്റെ വീടിൻ്റെ ചാവിയും എൻ്റെ മാനേജറുണ്ട്, പുള്ളിയുടെ കയ്യിലുണ്ട് ബാഗുണ്ട്. അപ്പം മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമുള്ളപ്പോഴത്തേക്ക് എൻ്റെ ബാഗും എൻ്റെ ചാവിയൊക്കെ എൻ്റെ കയ്യിലല്ലേ ഇരിക്കും. എവളത് വണ്ടി ഉണ്ടെന്ന് കാണിക്കാനുണ്ടോ വണ്ടിയുടെ ചാവി കയ്യിൽ വെച്ചിട്ട് പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വണ്ടിയുടെ ചാവി ദൂരെ എടുത്ത് അപ്പുറത്ത് പറമ്പിലിട്ടിട്ടാണോ വരുന്നത്. അതിനിടയിൽ കമൻസ് എവിടെ കയ്യിൽ എപ്പോൾ നോക്കിയാലും ചാവി ഉണ്ടല്ലോ, വണ്ടിയുടെ ചാവി ഉണ്ടല്ലോ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ടാവും, ഒരു വണ്ടിയുടെ ചാവി ഉണ്ടാവും, ഒരു സ്പെക്സ് ഉണ്ടാവും. എനിക്കിപ്പോഴും ഉണ്ടാവുന്നത് കോമൺ ആയിട്ട് ഉണ്ടാവുന്നൊരു സാധനം. കാരണം ഗൂഗിൾ പേ ആയിട്ട് ഇപ്പോൾ പേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കുറേ ഒരാളങ്ങനെ എഴുതുന്ന കേട്ടാൽ പിന്നെ അത് തന്നെ കോപ്പി പേസ്റ്റ് പലതും കൊണ്ടുവയ്ക്കുക. കാരണം ഇവളുടെ കയ്യിലപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അപ്പുറത്തായിട്ട് ഗീതയുടെ പറമ്പി കൊണ്ടിട്ടിട്ടാണോ ചാവി കൊണ്ടിട്ടിട്ടാണോ നമ്മൾ പിന്നെ തിരിച്ചിട്ട് കയറി വരുന്നത്. ഓരോ കുരുപൊട്ടലിൻ്റെ കൈ കണക്കുമില്ല. ജീവിതത്തിലൊന്നും ലൈഫിലൊന്നും ആവാത്ത ഈ ഉണങ്ങി തുറഞ്ഞിരിക്കുന്ന കുറേ എണ്ണം നടക്കണം. ജീവിതത്തിൽ ഒരു രീതിയിലും ഒന്നും ആവാനും പറ്റിയിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നും ആവാൻ പറ്റാത്ത കുറേ എണ്ണത്തിൻ്റെ രോദനമാണ് മെഴുകൽ. അത്രേ ഉള്ളൂ അതിനൊക്കെ. അല്ലാതെ അതിലപ്പുറമൊന്നും അതിനൊരു പ്രാധാന്യമില്ല. അതിനപ്പുറമൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ആവശ്യവും ഇതിപ്പോൾ നമ്മളൊന്ന് അവർക്ക് മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ ഒന്ന് പോസ്റ്റ് ഇടുക, അങ്ങനെ ഒന്ന്. ഇപ്പം നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അവരുടെ വിചാരം അത് ഭയങ്കര സംഭവമാണെന്നാണ്. കുപ്രസിദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നത്. ആരെങ്കിലും അതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട്. 2 ചീത്തവിളി കേൾക്കാനാണ്. ഇന്നലെ നൗഫിയ എന്തോ പറഞ്ഞിട്ട് അതൊരു ആണിൻ്റെ പേരിലുള്ള പ്രൊഫൈലാണ്. വർഷങ്ങളായിട്ട് എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അത് കണ്ടില്ല. എന്നിട്ട് ഈ ഇൻബോക്സിൽ എന്നിട്ട് എൻ്റെ ഫ്രണ്ടാണ്, മറ്റതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കണം. എനിക്ക് നിങ്ങളെ ഭയങ്കര ആരാധനയാണ്, അതാണ് ഇതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല ഒരുത്തിനെ എന്നെ ആരാധിക്കാനായിട്ട്. ഞാൻ ആർക്കൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ട്. ഇതാക്കിയിട്ട് എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എന്തോ ഒരു വൃത്തിയായിട്ട ബോഡി ഷേപ്പിംഗ് എന്തോ ആണെന്ന് തോന്നുന്നു. ബോഡി പാർട്സിന് എന്തോ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് അതിന് ആര് പറഞ്ഞാലും ഞാൻ തിരിച്ച് മറുപടി കൊടുക്കും. അതിന് ശേഷം തൊട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ എവിടെ ഏത് കണ്ടു കഴിഞ്ഞാലും എന്ത് കണ്ടു കഴിഞ്ഞാലും വായിത്തോണ്ട വൃത്തിയുടെ മുഴുവൻ എടുത്ത് വെച്ചു. അപ്പോൾ ഞാനതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടെ മറുപടി കൊടുക്കണേന് ഇൻബോക്സിൽ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ നല്ല മറുപടി തന്നെയാണ് കൊടുത്തത്. കാരണം അവിടെ ഇതാക്കി അവനെ കുപ്രസിദ്ധിയിലാക്കണ്ടല്ലോ. എവിടെ കിടക്കുന്ന ഒരു മൂഞ്ചി തൊലിഞ്ഞിരിക്കണവനെ ഞാൻ കുപ്രസിദ്ധിയിലാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവന് ഇൻബോക്സിൽ മറുപടി കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടാണ്. നിങ്ങളിപ്പോൾ ചീത്ത വിളിച്ചെങ്കിൽ എന്നെ ഇൻബോക്സിൽ വേറെ ആരും കേട്ടില്ലല്ലോ. ഇപ്പം എൻ്റെ പ്രശ്നമൊക്കെ തീർന്നു, നിങ്ങളെനിക്ക് മറുപടി തന്നല്ലോ. എനിക്ക് മറുപടി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഓരോരുത്തരും നൗഫിൽ എന്തോ അങ്ങനെ കണ്ടിടും. എനിക്ക് ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റും. ഓരോരുത്തരെയും പേരും ഇതൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ എൻ്റെ മൈൻഡിൽ കണ്ട ആൾക്കാരുടെ ഇതാണ്. അല്ല അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമല്ല ഈ പറയുന്നത്. ഇപ്പോൾ ചാനൽസിൻ്റെ കാര്യം പറഞ്ഞു. ഓൺലൈൻ ചാനൽസാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. എല്ലാ ഓൺലൈൻ ചാനൽസിനെ അല്ല കേട്ടോ, വളരെ കുറച്ച് കാരണം വെച്ചാൽ ഒരു കഴിവുള്ള കാര്യങ്ങളൊന്നും ഇടാൻ കഴിയാത്ത കുറച്ച് ഓൺലൈൻ ചാനൽസ് അവർക്ക് റീച്ച് കൂട്ടാം. കാരണം ലൈംഗിക ദാരിദ്ര്യം ഉള്ള ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ അടുത്ത പ്രോജക്റ്റ് ഏതൊക്കെയാണ്? പ്രോജക്റ്റ് ഇനിയുള്ളത് ഏതൊക്കെയാണ്? പ്രോജക്റ്റ് ഒരു 1-2 സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളത് അതിൽ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാരണം പല പ്രോജക്റ്റിൻ്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസമൊക്കെയാണ് ആളിനെ മാറ്റുന്നത്. അങ്ങനത്തെയൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഷൂട്ട് തുടങ്ങി നമ്മളതിൽ ഇന്നായിട്ട് ആണ് അതുകൊണ്ട് അതിന് ശേഷം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോലും ഞാൻ ഇടാറുള്ളൂ, അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇടാറുള്ളൂ. നിങ്ങളൊക്കെ ചാനലൊന്നും ഏതാണെന്ന് എനിക്ക് അറിയില്ല. ദൈവം എനിക്ക് ഒരൊറ്റ കാര്യം പറയാറുള്ളൂ, കഷ്ണം മുറിച്ചിടരുത്. കാരണം നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ ഓടിച്ചാടി പോലെ നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും അതിനനുസരിച്ച് മറുപടി പറയുന്ന ഒരാളാണ്. അത് എൻ്റെ ഇമേജോ എൻ്റെ ഇതോ ഒന്നും നോക്കുക ആ ഒരു ലെവലിലല്ല ഇതാക്കുന്നത്. അപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് പറഞ്ഞത്
പറഞ്ഞത് എന്നുള്ളത് ആ ഒരു ഇൻറ്റൻസോട് കൂടി തന്നെ ഉണ്ടാവും. എനിക്ക് അത്രേ നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ നിങ്ങളാരും ആകാശത്ത് കയറി ഇന്ന് വീഡിയോ എടുക്കാത്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനത്തെ ആരും ഇന്നത്തെ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഞാൻ ആരെയും അങ്ങനത്തെ കണ്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്.